നാളെ സിനിമ റിലീസാണ്. ഇപ്പോൾ ഒരു 1 ഇയർ എടുത്തിരുന്നു ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഞങ്ങളുടെ ക്രൂവിൻ്റെ താരതമ്യേന ഫ്രഷേഴ്സ് ആയിട്ടൊരു ക്രൂ ആണ്. അപ്പോൾ ക്രൂവിൻ്റെ വളരെ 1 ഇയർത്തെ കഷ്ടപ്പാടാണ്. ആ എഫേർട്ട് നാളെ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ കഴിയും. നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ സെയിം വൈബ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടും. സോ ആ സിനിമ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കണ്ണും പൂട്ടി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. അതൊരു ബിഗ് ഹിറ്റ് ആക്കാനായിട്ട് നന്നായിട്ട് പുഷ് ചെയ്യുക. നമ്മൾ തിയേറ്ററിൽ അടിക്കണം എന്ന രീതിയിലാണ് ആ സിനിമയെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ ഒരു സാധനത്തിൽ അടിച്ചില്ലെങ്കിൽ അടുത്ത സാധനമെങ്കിലും പിടിക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ പരിപാടികൾ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളെ പ്രൊഡ്യൂസർ സെഞ്ചുറി കൊച്ചുമോൻ സാറ് പടം ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ സെഞ്ചുറി കൊച്ചുമോൻ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, സെഞ്ചുറി എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസുകളിലൊന്നാണ്. ഭയങ്കര ലെഗസി ഉള്ളൊരു പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പോൾ ദേ സ്റ്റാൻഡ്സ് ഫോർ ഫാമിലി വാല്യൂസ്. അനുബന്ധം, തന്മാത്ര പോലുള്ള വലിയ വലിയ സിനിമകൾ ചെയ്ത പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പോൾ ആ ഫാമിലി വാല്യൂസിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ദാവീദ് പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷറായിട്ടൊരു ഡയറക്ടർ വന്ന് ചെയ്യുന്നു. അതിൽ കുറേ ക്രൂസ് മെമ്പേഴ്സും പുതിയ ആളുകളാവുന്നു. പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പോൾ സെഞ്ചുറിയുടെ ലെഗസി നഷ്ടപ്പെട്ടിട്ടില്ല. ആൻഡ് ദ ഫിലിം സ്റ്റാൻഡ്സ് ഫോർ ഇറ്റ്സ് ഫാമിലി വാല്യൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നിങ്ങൾക്കും നാളെ തിയേറ്ററിൽ അത് പ്രതീക്ഷിക്കാൻ പറ്റും. ദാവീദ് ഇസ് ഇൻ ആൻഡ് ഔട്ട് എ ഫാമിലി എൻ്റർടൈനർ. ഫാമിലി വരണം, ഫാമിലി വന്ന പടം കാണണം. നിങ്ങൾക്ക് ആ ഫാമിലിക്ക് ആ പടം ഭയങ്കര എൻജോയബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും പിള്ളേർ വന്നാൽ വർക്കാവില്ലേ എന്ന്. അപ്പോൾ അതിൻ്റെ മറുപടിയും കൊച്ചുമോൻ സാർ തന്നെ പറഞ്ഞു, പിള്ളേരും വരുന്നത് ഫാമിലി എന്നല്ലേ, അമ്മമാർക്കും വർക്കാവുമെന്ന്. സോ അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ സിനിമയുടെ USP നമുക്ക് ഈ കൂട്ടത്തിലിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്ക് അറിയാം, പേഴ്സണലി അറിയാവുന്നവരുണ്ട്. നമ്മുടെ സിനിമയിലെ തന്നെ ഉള്ള ആളുകളാണ്, മലയാള സിനിമയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ മോ ഇസ്മയിൽ. ഈ ഡൺ ദ ക്യാരക്ടർ സൈനുൽ അഹ്മദോവ്. അപ്പോൾ അദ്ദേഹം ഈസ് ആൻ ഈജിപ്ഷ്യൻ അമേരിക്കൻ ആക്ടർ, പ്രൊഡ്യൂസർ. ആൻഡ് വെൻ ഐ എം വർക്കിംഗ് വിത്ത് ഹിം, എന്നെ ഒരുപാട് പുള്ളി ഇൻസ്പയർ ചെയ്തിരുന്നു വിത്ത് ഹിസ് ആക്ടിങ് സ്കിൽസ്. ആൻഡ് മലയാള സിനിമയ്ക്ക് ഈ സിനിമയിലൂടെ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ കഴിയുന്നു. ആൻഡ് മൈ മോ ഇസ്മായിൽ ആസ് സൈനുൽ അഹ്മദോവ്. ഓക്കെ, ആൻഡ് ഐ തിങ്ക് മോ ഹാസ് സംതിങ് ടു ടോക്ക് to you guys. He is our USP and please listen to him. Good evening, namaskaram and assalamu alaikum. Hope everybody's doing great. It's an absolute pleasure and honor to be here with you guys. Thank you guys for coming today, all the press. It's much appreciated that you're covering this incredible film. But before I start, I want to first start everyone from the beginning of this incredible journey, including, of course, Govind. But before that, I want to thank my man all the way to the right corner, Achu, one of the main producers on this film, because he made everything happen and he reached out to me. And from the second I laid my eyes on the script, honestly, I was amazed that this kind of film was written by Deepu and Govind, who put so much effort, research. They went all around India, talked to so many real athletes, real boxers, to really come up with a story, and then intertwine it and integrate it, and then package the film in a way where it is sold to a general audience, to a family, for an action, however it might be pleased. And then, of course, with Anthony's beautiful presence, this is one of the men that I respect the most on this film, because he went through an insane transformation. And me being an athlete myself and usually maintaining a specific physique, I know how hard it is. So for Anthony to do this with the rest of the production team, it was absolutely phenomenal. And then to work with the cast like Jess, who for me blew my mind. I love her. Every scene was amazing. Lijo was phenomenal. Saiju sir, remember from the first day we connected, and it was just, we knew each other, all of us. So it's been a magical journey. It took us over 3 months to bring this for you guys. It's premiering finally tomorrow, and we're very excited. I'm very happy and honored and humbled to be here. And I hope you guys, and I'm sure actually you will enjoy the film, and I'm looking forward to your reviews. So thank you for having me. Govind sir, you are a legendary director. As you guys know, some of you might know, this is his directorial debut. And I can assure you,
He's going to make waves not just out of Kerala, but all the way out of India, regionally, globally, and internationally. Because I will tell you something, sir, I have watched every fight movie since Bruce Lee, since the 1960s. I grew up watching Stallone, Arnold, and everybody. And to see a film like this coming out of Kerala, brought by this beautiful team, for me, I'm telling you, we're taking things to a next level, and I can put my word behind that. And I can also tell you something else. Lastly, me and Pepe, for 11 days straight, were fighting 12 hours a day, punching each other in the face, in the ribs, in the body, everywhere. Everything was performed, of course, professionally and up to task, but I've never seen a man take this many punches and still survive, and I'm happy you also punched me back. But thank you. Thank you very much. എനിക്ക് എൻ്റെ പേര് മാത്രം മനസ്സിലായുള്ളൂ. അപ്പൊ നമ്മുടെ സിനിമ നാളെ റിലീസാവാണ്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത സിനിമയാണ്. എല്ലാ സിനിമകളുടെ പിന്നിലും ഹാർഡ് വർക്ക് ഉണ്ട്. പക്ഷേ ഈ പടത്തിന് വേണ്ടി ഞങ്ങളൊരു 6 month ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. ബോക്സിങ്ങും അതേപോലെ തന്നെ വർക്കൗട്ട്, ഡയറ്റ്. ഞാൻ ഭയങ്കര ഫുഡി ആയിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തു. ഇപ്പോൾ ഈ പടം ചെയ്തതിനേക്കാൾ ഉപരി എനിക്ക് പേഴ്സണലി ഇപ്പോൾ ആ ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി, ആറ്റിറ്റ്യൂഡ് എനിക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടി. അതെനിക്കൊരു പേഴ്സണൽ അച്ചീവ്മെൻ്റ് ആണ് ഈ ദാവീദ് എന്ന് പറഞ്ഞ മൂവി ചെയ്തതിൽ. അപ്പോൾ ദാവീദ് എന്ന് പറഞ്ഞ സിനിമയെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയല്ല. ഒരു സാധാരണ ഒരു മലയാളിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു സ്റ്റോറിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത്രയും നല്ല രീതിയിൽ നമ്മൾ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള റിസൾട്ട് തിയേറ്ററിൽ വരട്ടെ. അതേപോലെ തന്നെ നാളെ വേറെ 2 സിനിമകൾ റിലീസാവുന്നുണ്ട്. പൈങ്കിളി, അതിനകത്ത് നമ്മുടെ ഫ്രണ്ട്സാണ് വർക്ക് ചെയ്തിരുന്നത്. സജിൻ എൻ്റെ കൂട്ടുകാരനാണ്. അതേപോലെ തന്നെ അർജുൻ്റെ പടറങ്ങുണ്ട്, റൊമാൻസ്. അപ്പം എല്ലാ പടങ്ങൾക്കും എല്ലാവിധ ആശംസകളും. ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ട്. കാരണം ഒരു പടം ചെയ്യുമ്പോൾ അതിനുവേണ്ടി അവരെടുക്കുന്ന എഫേർട്ടും അതൊക്കെ നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം എല്ലാ പടത്തിനും ബെസ്റ്റ് റിസൾട്ട് കിട്ടട്ടെ, ഏറ്റവും അടിപൊളിയാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം പടം ദാവീദും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ടെൻഷനില്ല. കപ്പിൾസ് വന്നാൽ കപ്പിൾസിനും ഇഷ്ടപ്പെടും, സിംഗിൾസ് വന്നാൽ സിംഗിൾസിനും ഇഷ്ടപ്പെടും. അതുകൊണ്ട് അതിൽ ഭയങ്കര കോൺഫിഡൻ്റാ. റൊമാൻറ്റിക് പടം കപ്പിൾസ് പോവില്ലേ, സിംഗിൾസ് വരട്ടെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര രസമായിരിക്കും. അത് സിംഗിൾസാണ് കൂടുതൽ. അപ്പോൾ അടിപൊളിയാണ്. നിനക്ക് വേറെ പണിയും ചോദിച്ചു ഒരു ആക്ഷൻ മനസ്സിലാക്കുന്ന മുഖമാണ് തമ്മിൽ. അപ്പം ഒരു ഡയറക്ടർ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ആക്ടറെ നമ്മൾ ബോഡി വളരെ പ്രഷ്യസ് ആണ്. ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആക്ഷൻ ഉണ്ടായി കുറച്ച് വിഷയമായിരുന്നു കേട്ടാൽ എത്രത്തോളം എഫേർട്ട് ഡയറക്ടറായി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് എപ്പോഴെങ്കിലും എനിക്ക് തന്നെ പണിയായി വരും തോന്നിയിട്ടുണ്ടോ? ഓവറാണ് ഇല്ല, നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം അതിനകത്ത് കഷ്ടപ്പാടുണ്ടാവും ഉറപ്പായിട്ടും. മെൻ്റലി ഫിസിക്കലി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഫൈനലി നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ചെയ്യണത്. അപ്പം നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യണത്. അപ്പം അതിനകത്ത് വേറെ സംഭവങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. ഫൈനലി സിനിമ നന്നാവുക, അതിനുവേണ്ടി എന്തൊക്കെ മെൻ്റലി ഫിസിക്കലി നമുക്ക് എന്തൊക്കെ എഫേർട്ട് എടുക്കാൻ പറ്റും അത്ര എഫേർട്ട് എടുക്കുക. പിന്നെ ഡയറക്ടർ പറയുന്ന കാര്യം മാക്സിമം നന്നായിട്ട് ചെയ്യാൻ നോക്കുക. ഇതൊക്കെയാണ് ഞാൻ നോക്കാറ്. എന്താ? ഒരിക്കലുമില്ല. അത് ഞാൻ അങ്ങനെ ആയിപ്പോയതാണ് ബ്രോ. അല്ലാതെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ആക്ഷൻ സിനിമകളുടെ ഭാഗമായതല്ല. എനിക്ക് വന്ന പരിപാടികളൊക്കെ അങ്ങനെ ആയിപ്പോയതാണ്. ഞാൻ പണ്ട് ചെയ്ത ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര കോളേജിൽ ഇങ്ങനെ ഒലിപ്പിച്ച് കിടക്കുന്ന പയ്യൻ, അങ്ങനത്തെ കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഞാൻ ചെയ്തേക്കണത്. പക്ഷെ സിനിമയിൽ വന്നപ്പോൾ അങ്ങനെ ആയതാണ്. ഒരിക്കലും അങ്ങനെ ഒരു ആക്ഷൻ സിനിമകൾ മാത്രം ചെയ്യണമെന്നല്ല. എനിക്ക് എല്ലാ ടൈപ്പ് റോം കോം അല്ലെങ്കിൽ ത്രില്ലേഴ്സ്
അല്ലെങ്കിൽ റൊമാൻറ്റിക് സിനിമകൾ, കോമഡി സിനിമകൾ, അങ്ങനത്തെ സിനിമകളെല്ലാം ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സിനിമകളുണ്ടല്ലോ, ഇപ്പോൾ ഈ ജാക്കി ചാൻ്റെ ഒക്കെ സിനിമകൾ പോലത്തെ, അതിനകത്ത് ആക്ഷനും ഉണ്ടാവും, എന്നാൽ കോമഡി ഉണ്ടാവും, എല്ലാം കൂടിയുള്ള മിക്സ് ചെയ്തിട്ടുള്ള സിനിമകൾ. ഇങ്ങനെ എല്ലാ സിനിമയുടെയും ഭാഗമാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയല്ല എടാ, അല്ല മീഡിയക്കാരായിട്ടുള്ള ഇടിയല്ല. എനിക്ക് കോമ്പിനേഷൻ വേറെ നല്ല സ്വീറ്റ് കോമ്പിനേഷൻസാണ്. അവിടെ തല്ലും പിടുത്തവും ഇല്ല. ആന്റണിയുടെ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് അങ്കമാലി ഡയറീസ് തൊട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കൊണ്ടല് വരെ കണ്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. ഇതിലേക്ക് എടുക്കുന്ന എഫേർട്ട് ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നതാണ്. ഒരിക്കലും എന്നെ കൊണ്ടൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്തത്ര എഫേർട്ടാണ് ആൻ്റണിയൊക്കെ എടുക്കുന്നത്. അപ്പം ആ എഫേർട്ട് തീർച്ചയായിട്ടും നാളെ സ്ക്രീനിൽ നല്ല പത്തരമാറ്റ തിളക്കത്തിലുണ്ടാവും. പിന്നെ നേരത്തെ ആൻ്റണി നിർത്തിവെച്ചൊരു സ്ഥലത്ത് ഞാൻ കണ്ടിന്യൂ ആണ്. ഇപ്പം നേരത്തെ ആൻ്റണി പറഞ്ഞു, ഇപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിലൂടെ അദ്ദേഹം തിരിച്ച് അച്ചീവ് ചെയ്തേക്കുന്ന ആക്ച്വൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ളൊരു മെൻറ്റാലിറ്റി അച്ചു വഴിയും ഗോവിന്ദ് വഴിയും കിട്ടി. അപ്പം അച്ഛനോടും ഗോവിന്ദിനോടുമാണ് ആൻ്റണിയെ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി കൊടുത്ത പോലെ എനിക്കും ഒരു മെൻറ്റാലിറ്റി ആക്കുമോ, തരുമോ? അപ്പോൾ അത് നാളെ എന്താണെങ്കിലും കാണാം. സോ ഇറ്റ് വാസ് എന്താ പറയുക, പ്ലഷർ. അങ്ങനെ തന്നെ പറയണം ഇയാളുടെ കൂടെ വർക്ക് ചെയ്യാൻ. അത്രയും കാത്തിരുന്ന് തന്നെയായിട്ടാണ് കിട്ടിയത്. തീ പാറട്ടെ, പാറും. ഇടി കൊണ്ടുമ്പോൾ തീ പാറുമല്ലോ. ഞാൻ കുറച്ച് സീനുകളേ ഉള്ളൂ. ഇപ്പം ഇതിൻ്റെ ഒരു ബേസിക് ത്രെഡിൻ്റെ അതിൻ്റെ ഒരു ക്ലൈമാക്സും ഞാൻ കണ്ടു. ഇവരുടെ എഫേർട്ട് എടുക്കുന്നത് ഞാൻ ഡബ് സ്റ്റുഡിയോ പോയപ്പം കുറച്ച് സീനുകൾ കണ്ടു. ഇതൊക്കെ എനിക്ക് ടിക്കറ്റ് എടുക്കാൻ നാച്ചുറലി തോന്നിപ്പിക്കുന്ന ഘടകങ്ങളാണ് എന്നെ കാണാൻ. അപ്പം നാച്ചുറലി എന്നെ പോലത്തെ കുറച്ചധികം ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പം അവർക്കൊക്കെ തോന്നും. ഈ കൂടാതെ രണ്ട് പടങ്ങൾ പറഞ്ഞു. അപ്പം ഈ പ്രൊമോഷൻ ലെവലിൽ നോക്കിയാൽ തന്നെ പൊതുവെ മുന്നിലാണ് നിങ്ങളുടെ ഈ ദാവീദിൽ കാട്ടി പൊതുവെ മുന്നിലാണ് റൊമാൻസും അല്ലെങ്കിൽ പൈങ്കിൾ. അവർ ഒരുപാട് കോളേജ് വിസിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പെപ്പേഴ്സ് ശരിക്കും കണ്ടന്റിൽ കോൺഫിഡന്റ് ആയിട്ടാണോ, അത് കണ്ടന്റ് ഇറങ്ങിയതിനു ശേഷം പ്രൊമോഷനിലേക്ക് പോവാ എന്നുള്ളത് തീരുമാനിച്ചിട്ടാണോ ഇങ്ങനെ ചെയ്തത്? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല. നമ്മൾ അത്യാവശ്യം പ്രൊമോഷൻസ് പരിപാടികളൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം ബ്രോ ചിലപ്പോൾ കാണാത്തോണ്ടായിരിക്കും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ബ്രോ സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും എടുത്തൊന്നും കാണും. ഒരു ആക്ഷൻ പടം, അതായത് ഉണ്ണിമുന്നേ തന്നെ ഈ മാർക്കോയ്ക്ക് വേണ്ട രീതിയിൽ മാർക്കറ്റിംഗ് ഒന്നും ചെയ്യില്ല. കാരണം ഒരു ആക്ഷൻ പടത്തിന് അത്രത്തോളം മാർക്കറ്റിംഗ് ചെയ്യാതെ തന്നെ ഒരു വൈഡ് ഓഡിയൻസിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത്തരത്തിൽ ദാവീദും അത്തരത്തിലൊരു വൈഡ് ഓഡിയൻസിലേക്ക് റീച്ച് ആവുക എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ ഇതൊരു പക്ക ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു വയലൻസ് അല്ലെങ്കിൽ ഒരു പക്ക ഇടിപ്പടമല്ല ദാവീദ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഭയങ്കര ഒരു ഫാമിലി എൻ്റർടൈനർ പ്ലസ് ബോക്സിങ് അല്ലെങ്കിൽ സ്പോർട്സ് മൂവി, അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ്. അപ്പം അങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി, നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പം അതിലാണ്, ഈ സ്ക്രിപ്റ്റിലാണ് എനിക്ക് ഉള്ള കോൺഫിഡൻസ്. അപ്പോൾ അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ മേക്ക് ചെയ്തെന്നാണ് എൻ്റെ പ്രതീക്ഷ പോലെ സംഭവിക്കട്ടെ, നല്ലൊരു സിനിമയാവട്ടെ. ഒരുപാട് ആക്ഷൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഓരോ സിനിമകളും ഓരോ എക്സ്പീരിയൻസ് ആണ്. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആള് ദാവീദിലേക്ക് വരുമ്പോൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ദാവീദിലേക്ക് വരുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കിയുള്ള പടങ്ങളിലെല്ലാം ഇപ്പം ആക്ഷൻ്റെ ഇത് എടുക്കുകയാണെങ്കിൽ നാടൻ തല്ലും പരിപാടികളൊക്കെ ആയിരുന്നു. ആകെ ഇത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നത് RDXലാണ്. പക്ഷെ അതും എനിക്ക് മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. അപ്പോൾ ഇതിനകത്തേക്ക് വന്നപ്പോൾ ബോക്സിംഗ് ആണ്. ബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ വന്നിട്ട് ചറവറ അടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ആ ബോക്സിംഗ് അടിപൊളിയായിട്ട് നമ്മൾ പക്ക ആ ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ ചെയ്യാനായിട്ടുള്ള അതായിരുന്നു ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം
ബാക്കിയുള്ള ഫൈറ്റിന്റെ ടൈമിങ് നമുക്ക് ഇത്രയും പടങ്ങൾ ചെയ്തുകൊണ്ട് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏത് കോമ്പിനേഷൻ തന്നാലും ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ കോച്ചായിട്ടുള്ള ജിതിൻ ചേട്ടനും ടിൻസൺ ബായും ചേർന്ന് നമ്മളെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു കൊറിയോഗ്രാഫി വന്നു കഴിയുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ബോക്സിംഗ് തന്നെയാണ് ഭാര്യ വരുന്നത് ബോക്സറായിട്ട് ഫാമിലി മാൻ ആവുന്നു. ഇത് നമ്മൾ ഇറങ്ങി വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബോക്സിംഗ് പടമാണ് സർപ്പട്ട പരമ്പര. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ഉണ്ടാവുമല്ലോ. ഞാനത് കണ്ടിട്ടായിരിക്കുമല്ലോ ഇതൊക്കെ എടുക്കുന്നത്. പ്യുവർ റെഫറൻസ് പിടിക്കാൻ പറ്റില്ലല്ലോ, കാരണം എല്ലാവരും കോമൺലി കണ്ടിട്ടുണ്ട്, കുറച്ച് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും അതിൻ്റെ കോൺസെപ്റ്റ് ഓഫ് ദാവീസ് ഐഡിയ ഈസ് ജെനുവിൻ. ദാവീദിൻ്റെ ഐഡിയ ഭയങ്കര ഫ്രഷ് ആയിരുന്നു. അതാണ് എനിക്കും ഞങ്ങൾക്കൊക്കെ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ കിട്ടിയത്. അപ്പോൾ ആ ഐഡിയ ഭയങ്കര ഫ്രഷാണ്. പിന്നെ അതിലേക്ക് ഒരു കഥ പറഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ റെഫറൻസുകൾ, ഒരുപാട് റെഫറൻസ് അങ്ങനെ ഇല്ല. കാരണം ആ സിനിമ ഡിഫറെൻ്റ് തന്നെയാണ് നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ടും. ബ്രോ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിൽ ശരിക്കും ഞങ്ങളുടെ കാരണവർ ഇവിടെ ഇല്ല, കുട്ടേട്ടൻ. അപ്പോൾ കുട്ടേട്ടൻ ഇതിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം കോഴിക്കോടുള്ള പൂളാടിക്കുന്ന് എന്ന് പറയുന്നൊരു വില്ലേജ്, ബോക്സിംഗ് വില്ലേജ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്, പൂളാടിക്കുന്ന്. ഞാൻ ഇത് റിസർച്ച് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനത്തെ ഒരു ബോക്സിംഗ് വില്ലേജ് ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ടെന്ന്. അപ്പോൾ അവിടെ 55 വർഷം ബോക്സിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത ഒരാളുണ്ട്, പുത്തലത്ത് രാഘവൻ എന്ന് പറഞ്ഞിട്ട്. ആളിപ്പോൾ മരിച്ചുപോയി. അപ്പോൾ ആളുടെ കുറിച്ച് വായിച്ചപ്പോൾ ആളാണ് ആദ്യമായിട്ട് വനിതാ ബോക്സിംഗ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മിന്നൽ ക്രെയിനിൻ്റെ ബാബുവേട്ടനുണ്ട്. ബാബുവേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ നീ വിഷമിക്കണ്ട, ഞാൻ ഓടുന്ന വണ്ടിയിൽ മറ്റേ ജിബിട്ട് തരാം എന്ന് പറഞ്ഞ് അയാൾ ജിബിട്ട് എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നു. എനിക്ക് വള്ളത്തിൽ പ്ലാറ്റ്ഫോം അടിക്കാൻ പറ്റിയില്ല, വള്ളം ബാഡായിരുന്നു വന്ന വള്ളം. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു വള്ളത്തിനകത്ത് ജിബ് ഇട്ടു. അപ്പോൾ ഞങ്ങളുടെ പ്രൊഡ്യൂസർ വന്നിട്ട് ചോദിച്ചു അത്രയും വലിയ ജിബ് എങ്ങനെ ഇട്ടു എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് നോ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു ഒരു കാര്യത്തിലും. ഇപ്പോൾ എൻ്റെ മേക്കപ്പ് മാൻ ഉണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്ത പല പടങ്ങളിലും മേക്കപ്പ് മാനൊക്കെ വന്നിട്ട് നിന്നിട്ട് പോവും, 2 ദിവസം വരും. 72 ദിവസം എൻ്റെ കൂടെ അവർ ട്രാവൽ ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു ഓപ്പണിംഗ് സീക്വൻസിന് പ്രതിഭട്ടൻ എന്ന് പറയുന്ന ഒരാൾ അയാൾ എവിടെ നിന്നൊക്കെയാണ് ആ കോസ്റ്റ്യൂം തപ്പിയെടുത്തുകൊണ്ട് വന്ന് എനിക്കത് ചെയ്തു തന്നെന്ന് എനിക്കറിയില്ല. ലിറ്ററലി ആൻ്റണീനെ ഇട്ടത് നിർത്തിക്കളഞ്ഞു. ഞാൻ ആഗ്രഹിച്ച പോലെ ഞാൻ എയിൽ എന്താണോ കൊടുത്തത് അതിട്ടിട്ട് വന്നു. എൻ്റെ ഫ്രണ്ട് സാലുവാണ് എൻ്റെ ക്യാമറ ചെയ്തത്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനാണ് സാലു ചെയ്ത റേവ് റിവ്യൂസുള്ളൊരു വർക്ക്. കാതൽ, മമ്മൂക്ക സാറിൻ്റെ കാതൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ, ഇൻ ആൻഡ് ഔട്ട് കൊമേഴ്ഷ്യൽ. കാരണം ഞാൻ സാലുവൊക്കെ കണക്ട് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം കട്ട വിജയ് ഫാൻസാണ്. നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണുന്നവരാണ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു പടം കാണാനുള്ള എടുക്കേണ്ടതെന്ന് ഫ്രം ദ ഡേ കണക്ട് ആവുന്ന ദിവസം തൊട്ടേ നമ്മൾ പറഞ്ഞിരുന്നു. ഞാൻ അവനോട് ചോദിച്ചത്, എടാ നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ആൻ്റണീനെ പ്രസൻറ്റ് ചെയ്ത് തരണം. അവൻ്റെ കഴിവിൻ്റെ മാക്സിമം എടുത്തിട്ട് ഞാൻ ആഗ്രഹിച്ചതിലും മേളിൽ സാലു എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നു. എൻ്റെ എഡിറ്റർ ചെറുമണം, ഇപ്പം ഞാൻ, ദീപു, രാകേഷ്, ഞങ്ങൾ 3 പേര്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നതിൽ യാതൊരു മീനിങ് ഇല്ല. സ്ട്രഗിൾ ഇസ് അവർ ചോയ്സ്. എൻഡ് ഓഫ് ദ ഡേ ഞങ്ങൾ എടുത്തിരിക്കുന്ന എഫേർട്ട് ആ സിനിമയിലുണ്ട്. എൻ്റെ ഫസ്റ്റ് കട്ട് കണ്ടിട്ട്, ഇപ്പം ഞങ്ങൾക്ക് പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് കട്ട് കണ്ടിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായി, നമ്മൾ വന്നോ നമുക്കെല്ലാം വർക്കായി, പുറത്തുള്ള ആളുകൾക്ക് വർക്കാവുന്നുണ്ടോ? അപ്പോൾ ആദ്യമായിട്ട് ഇത് ടീസർ കട്ട് ചെയ്യാൻ ഈ സിനിമ കണ്ടത് ലിൻഡോ കുര്യനാണ്. അപ്പോൾ ലിൻഡോ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇത് വർക്കബിൾ ആണല്ലോ, പരിപാടി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ലിൻഡോ വിളിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഏറ്റവും സന്തോഷകര കാര്യമാണ്, കാരണം നമുക്കിഷ്ടപ്പെട്ടു, ഇനി ഇത് പ്രേക്ഷകൻ സ്വീകരിക്കുമെന്നുള്ളൊരു ഇതിലുണ്ട്. അപ്പം ലിൻഡോ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ അവനെ പരിചയപ്പെടുന്നത്. അപ്പം അവൻ പറഞ്ഞു, ചേട്ടനെ എനിക്ക് പരിചയമില്ല, പക്ഷേ ദാവീദ് ഡിസർവിങ് ആണ്. അപ്പം ഞങ്ങൾ ചെയ്ത പ്രൊഡക്റ്റ് നൈസാണ്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമാണ്. ആ പ്രൊഡക്റ്റ് നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് കണക്റ്റായ സിനിമ, കാരണം ദീപു പറഞ്ഞ കഥ കണക്റ്റായിട്ടാണ് അച്ചു വരുന്നത്, ആ കഥ കണക്റ്റായിട്ടാണ് ആൻ്റണി വരുന്നത്, ഇവരെല്ലാവരും വരുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോലെ സമാന ചിന്താഗതിക്കാർക്ക് എല്ലാവർക്കും ആ സിനിമ കണക്റ്റ് ആവും എന്നെനിക്ക് വിശ്വാസമുണ്ട്.
ആക്ഷൻ പടങ്ങൾ അല്ലെങ്കിൽ വയലൻസ് എന്ന് പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് മാറുന്നത് വിശ്വസിക്കുന്നു? ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. പെപ്പയുടെ കൂടെ അഭിനയിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? പെപ്പയുടെ കൂടെ അഭിനയിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? പെപ്പ വല്ല ടിപ്സ് ഒക്കെ വരാറുണ്ടോ? ഇല്ല, മിഠായി വെച്ച് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതിപ്പോ എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു പെപ്പയുടെ കൂടെ? നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. പ്രിൻസസ് ട്രീറ്റ്മെന്റ് ആയിരുന്നു. എല്ലാവരും ചേച്ചി ഭയങ്കര സാധനമായിരുന്നു. അല്ലായിരുന്നു, ജസ്റ്റ് കിഡിങ്, JK. എല്ലാവരും ഭയങ്കര കൈൻഡായിരുന്നു, ഫണ്ണി ആയിരുന്നു, അടിപൊളിയായിരുന്നു. അത്രേ ഉള്ളൂ. പെപ്പയുടെ അടി കണ്ടിട്ട് പേടിച്ചോ? ഇടിയൊക്കെ ഉണ്ടായിരുന്നു നേരിട്ട് കണ്ടപ്പോ? ആ, കുഴപ്പമില്ല. നല്ല എനിക്കിഷ്ടം. വെറുതെ മൂവി ആയിട്ടൊക്കെ ഞാൻ ഇങ്ങനെ കാണും. സ്റ്റേഡിയമിൽ ഇരിക്കാൻ സ്ഥലമുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ സൈനുൽ അഹമ്മദ് ഹെഡ് ബാൻഡ് ഇട്ടിട്ട് ഗാലറിയിലിരുന്ന് കാണിച്ചപ്പോ അങ്ങനെ ജലസായി പോയില്ലേ, അസൂയ. പെപ്പയുടെ പടം കാണാറുണ്ടോ? ഇഷ്ടപ്പെട്ട പടം RDX. പെപ്പയുടെ ഇടിയാണ് കൂടുതൽ ഇഷ്ടം? എല്ലാവരുടെയും ആ ഡയലോഗ് ഒന്ന് പറയാമോ? ആ ട്രെയിലറിൽ കാണിക്കുന്ന നീ തീർന്നെന്ന് പറയില്ലേ? നീ തീർന്നടാ. ഡെഫിനറ്റ്ലി അത് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഒരു സ്റ്റാർ വരെയും ആക്ച്വലി എനിക്ക് തോന്നുന്നത് സ്ട്രഗിൾ ചെയ്യുവാണ്. ചില അടുത്ത സിനിമ ഏതാ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളായിരിക്കും അവർക്ക്. ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് അടുത്ത സിനിമ ഇപ്പം ഫാമിലി മാൻ ആയാലും അല്ലെങ്കിലും അടുത്ത സിനിമ കിട്ടുക എന്നുള്ളതാണ്. ആ സിനിമ കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ എൻ്റെയൊക്കെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ ബോൺ ആക്ടേഴ്സ് അല്ല, നമ്മൾ പഠിച്ച് സിനിമയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഒക്കെ പഠിച്ചതാണ്. ഒരു 2-3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസമൊക്കെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വളരെ ബാലിശ്യമായിട്ട് തോന്നും, പക്ഷേ അഭിനയം മറന്നുപോയോ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമോ? പക്ഷേ ഇത് എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയുമ്പോൾ ഇതൊരു സൈക്കിൾ ഓടിക്കുന്ന പോലെ, അല്ലെങ്കിൽ സ്വിമ്മിങ് നമ്മൾ ചെയ്യുന്നല്ലോ. അതായത് ഇപ്പോൾ ഒരു വർഷം നമ്മൾ ചെയ്തില്ലെന്ന് വെച്ചാൽ നമ്മൾ മറന്നൊന്നും പോവില്ല. പക്ഷെ എന്നാലും ഒരു ആദ്യമാണ് ഇത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് നിരന്തരം സിനിമകളിൽ സജീവമായിരിക്കണമെങ്കിൽ നമ്മളങ്ങോട്ട് നമുക്ക് ജോലി വേണമെന്ന് പറയുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ എല്ലാ ദിവസവും മിനിമം ഒരു കഥയെങ്കിലും കേൾക്കുന്ന ഒരാളാണ്. എല്ലാവരുടെയും കഥ കേൾക്കും ഞാൻ. അങ്ങനെ ഇപ്പം ആരുടെയാണ് പരിചയത്തിൻ്റെ ത്രൂ വന്നു, അല്ലെങ്കിൽ ഇപ്പം ഗോവിന്ദൻ എനിക്ക് പരിചയമാണ്, ഗോവിന്ദൻ്റെ ഒരു ഫ്രണ്ട് എന്നോടൊരു കഥ പറയണം, എനിക്ക് വിഷയമില്ല. എനിക്ക് വാട്സാപ്പിൽ റാൻഡംലി ചിലർ മെസ്സേജ് അയക്കും കഥ പറയണമെന്ന്. ഞാൻ അവർക്കും സമയം കൊടുക്കാറുണ്ട്, ഞാൻ അവരുടെയും കഥ കേൾക്കാറുണ്ട്. അതിൻ്റെ കാരണം എവിടെയാണ് ബിരിയാണി കിട്ടാൻ പോകണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ ഒരു മെഗാ ബിരിയാണി ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു ബിരിയാണി എപ്പോഴെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. Struggle of a common woman. ഇല്ല ഇതിൽ എനിക്ക് എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഫൺ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടർ. ഇപ്പം സ്റ്റെഫിയെ പോലെ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഗ്രേ ഷെയ്ഡുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊന്നുമല്ല. അത്യാവശ്യം ഒരു ഫാമിലിയെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ലേഡിയാണ്.
അതെ, ചിരിക്കുന്ന ക്യാരക്ടറാണ്. കാണാൻ പറ്റത്തില്ലേ? ആഗ്രഹമുണ്ട് ആരെങ്കിലുമൊക്കെ അങ്ങനെ വിളിച്ചാൽ പോകണം ചെയ്യണം എന്നൊക്കെ, പക്ഷെ ഇതിലില്ല, ഇടിയൊന്നുമില്ല. ഇല്ല. അതേപോലെ തന്നെ ഇനി അടുത്ത സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ആകുന്നത് പെപ്പയുടെ അടുത്ത ലൈനപ്പുകളാണ്. അതായത് ഹാസിന്റെ കൂടെ ഡ്യൂക്ക് കോമ്പിനേഷനിൽ അത് അതിന് ക്ലാരിറ്റി പെപ്പ തന്നെ കൊടുക്കണം. കാരണം അത് കുറെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ കുറിച്ചുള്ള എന്താണ് ക്ലാരിറ്റി? കൂടാതെ മാർക്കോടെ പ്രൊഡ്യൂസറുടെ കൂടെ ഒരു പടം, എന്താണ് അതിനെ കുറിച്ച് വ്യക്തമായിട്ട്? ഹാസിനോട് ഒരു പടം ചെയ്യുന്നുണ്ട്, അത് ഏത് പടമാണെന്ന് ഞാൻ പറയില്ല. പിന്നെ നേരത്തെ പറഞ്ഞത് ശരിയാണ്, മറ്റേ ഷെരീഫിക്കയുടെ ഒരു പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടു പടമാണ്. ഈ മാർക്കോടെ ഡയറക്ടർ പറയുമ്പോൾ ആക്ഷനാണ് വീണ്ടും കൂടുതലായി പ്രതീക്ഷിക്കുന്നത്. മാർക്കോടെ ഡയറക്ടർ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ വീണ്ടും ആക്ഷനാണ് കൂടുതലായിട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പൊ വീണ്ടും ആക്ഷനിലേക്കാണ് പോകുന്നത്. അല്ല, അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ പുറത്തേക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ പടം ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല, അതിന്റെ പരിപാടികൾ നടക്കണമല്ലോ. നല്ല പടമായിരിക്കും, അടിപൊളി പടമായിരിക്കും. They were asking why you come here, because there's no one to beat Pepe in industry. And തിരക്കഥ ഡിമാൻഡ് ചെയ്തു, മോയെ വിളിച്ചു. തിരക്കഥ ഡിമാൻഡ് ചെയ്തത് ഒരു വിദേശ താരത്തെയാണ്, ഇൻഡസ്ട്രി വിദേശ താരം ഇല്ല. അതിലൊരാള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉള്ള എല്ലാവരും ഇടിച്ച് തീർന്ന് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് ഇടിക്കുന്നത്. ഞങ്ങളുടെ വിനീത് തട്ടിലേട്ടൻ ആ ഡയലോഗ് പറയുന്നുണ്ട്. ആൻഡ് ആരും മോയോടൊരു ചോദ്യം ചോദിക്കുന്നില്ലേ, വൈ ദിസ് ഇംഗ്ലീഷ്? First things first, I want to say something to follow up your question. I just want to say Pepe is my favorite action star, so to share the screen with him actually is an honor. Thank you, brother. It was a beautiful experience. And to answer your question, Kerala from day one has been an incredible place. I've had many friends from here, but I never had the opportunity to come. So when I, of course, got contacted for the movie and everything came, I landed here, I think, in 72 hours. And right away, I got integrated with the people, the culture. I was very familiar with everything. From the second day, I was walking the streets. I was doing everything on my own. You guys see everything, actually. So I love Kerala. I love all of India. Actually, I've been in different parts as well. I'm honored to be here, and I'm very thankful to be here. So thank you very much. Your favorite Well, I'll tell you from now. So before I came, I'll be very honest. I've seen and I've heard, of course, about certain titles. But as soon as we locked in the movie, I wanted to see some of my colleagues' work. So I saw actually RDX from Pepe. I've also seen a couple of trailers from the rest of the team, their work. I still want to watch some of those films. We need to find the subtitles. But I'm interested to watch more, and I'm very happy to be part of one now, and hopefully many more to come. How is Pepe? So I will tell you again. So I will tell you again also my background. So my background, I started fighting at a very young age, 6 years old, started training at a very young age. I was boxing, I was doing karate for a long time. I was also playing American football. So I know what pain really is, and I understand hard hitting. So to engage with Pepe over a span of 11 or 12 straight days, he's a hard hitter. And the best part for the movie, you guys need to understand something. Because we live in 2025 and we are shooting everything 8K, ultra slow motion, whether on phantom cameras, red cameras, you cannot fake any actions. So everything in this film is absolutely real. Every punch was landed real. Whether it was to the face of mine or Pepe, it was 100% real. Whether it was to the ribs, the body, or anywhere else, 100% real. And I'll also have to give credit to the rest of the boxers that were on the team, because unfortunately they saw my wrath. They came, of course, and it was a great fights, but want to give them a big shout out. So
I will tell you, Pepe is one of the toughest people I've met because I hit him also very hard, but he returned it very well, and I'm proud of him. And just to remind everyone, he is now the only actor in India with a professional boxing license. So don't mess with the guy. ശരിക്കും നിങ്ങൾ പറയുന്നത് വിഷ്ണു ഗോവിന്ദന്, അത് വിഷ്ണു ഗോവിന്ദാണ് സൗണ്ട് ഡിസൈനർ. ഞാൻ ഒരു കാലഘട്ടത്തിൽ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നത് അയാൾ അത്രയും നല്ല സിനിമകൾ ചെയ്തുകൊണ്ടാണ്. കാരണം എൻ്റെ വീട്ടിലെ വിചാരം ഞാൻ എന്തോ കൊച്ചി പോയി വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇയാളുടെ സിനിമകളൊക്കെ ഇറങ്ങി ഭയങ്കര അപ്രിസിയേഷൻ കിട്ടും. ബന്ധുക്കളൊക്കെ കാണുമ്പോൾ വിഷ്ണു ഗോവിന്ദൻ എന്നാണ് പേര്. അപ്പോൾ ഭയങ്കര എന്നെ വിളിച്ചിട്ട് പറയും സന്തോഷം. കാരണം എനിക്ക് ഒരുപാട് പടത്തിന് അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്. പുള്ളി ചെയ്ത ഒരുപാട് പടത്തിന് ഞാനാ ക്രെഡിറ്റ് മേടിച്ചോണ്ടിരുന്നത്. അത് ഞാൻ ആദ്യമൊക്കെ നമ്മൾ തിരുത്താൻ ശ്രമിക്കും. രണ്ടാമത്തെ വർഷം നിലനിൽപ്പല്ലേ ഇവൻ എന്ത്, അപ്പോൾ നമ്മൾ ഓക്കെ പറയും അത് തന്നെ ഞാൻ തന്നെ. കാരണം വൈഫിൻ്റെ ആൻറ്റി ഷി വാസ് ഇൻ IIT. അപ്പോൾ പുള്ളിക്കാരി ഈ പടം കണ്ട് ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്തിട്ട് പോലുമില്ല, ഇല്ലയെന്ന് പറഞ്ഞാൽ എന്തിനാ കുറ്റം പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓക്കെ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഏറ്റവും ഗ്രാറ്റിറ്റ്യൂഡുള്ള 2-3 പേരാണ്. ഒന്ന് വിഷ്ണു ഗോവിന്ദ് സൗണ്ട് ഡിസൈനർ, പിന്നെ ഒന്ന് വിഷ്ണു ഗോവിന്ദൻ ആക്ടർ. സോ അവർക്കൊക്കെ കിട്ടുന്ന അപ്രിസിയേഷൻ ഞാൻ മേടിച്ചുകൊണ്ടിരുന്നതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അവർ ഇനിയും നല്ല സിനിമകൾ ചെയ്യട്ടെ. ക്രെഡിറ്റ്സ് എൻ്റെ ഫാമിലിയിൽ മെമ്പേഴ്സ് എനിക്ക് തരട്ടെ. പക്ഷേ തിരിച്ച് ഈ പടം അനൗൺസ് ചെയ്തപ്പോൾ എല്ലാം വിഷ്ണു ഗോവിന്ദനും പോയി. ടീച്ചർ കണ്ടിട്ട് സൗണ്ട് ഡിസൈൻ നന്നായിരുന്നു, വിഷ്ണുവിൻ്റെ വർക്കല്ലേ എന്നും. ശരിക്കും സൗണ്ട് ഡിസൈൻ ചെയ്തത് രംഗേട്ടനാണ്. വൺ ഓഫ് ദ അമേസിങ് ആർട്ടിസ്റ്റ് ഇൻ കേരള. അയാൾ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ടും അത്രയും വലുതാണ്. അപ്പോൾ ഈ സിനിമയുടെ സൗണ്ട് ഡിസൈനർ രംഗേട്ടനാണ്. ഞാൻ വർഷങ്ങളായി ചെറുപ്പം തൊട്ടേ ആക്ടിങ്ങിന് വേണ്ടി ഇങ്ങനെ ഒരു ജോലി ചെയ്ത് ആക്ടിങ് തുടങ്ങി നടക്കാണ്. ഇതുവരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. ചോദിച്ചോണ്ട് അടുത്ത സിനിമയിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി. ഈ സിനിമ സൂപ്പർ ഹിറ്റായ എനിക്ക് അടുത്ത സിനിമ കിട്ടും ഉറപ്പായിട്ടും. നമ്മൾ ഒരുമിച്ച് ചെയ്യും. പക്ഷെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആക്കേണ്ടത് ഇപ്പം നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അടുത്ത സിനിമയിൽ ചാൻസ് വേണമെങ്കിൽ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആക്കി തരണം. സോ ഉറപ്പായിട്ടും ഇതില് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അത് തോന്നും. നിനക്ക് ഉറപ്പായിട്ടും ഈ സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ അടുത്ത സിനിമ ഉണ്ടാവും. ഉറപ്പായിട്ടും പരിഗണിക്കാം. എനിക്ക് നോ പറയാൻ ഭയങ്കര വിഷമമുള്ള ആളാണ് ഞാൻ. എനിക്ക് പറയാറില്ല ഞാൻ. മിനിമം ഞാൻ ഓടിയൊക്കെ രക്ഷപ്പെടാറുണ്ട് ആ മൊമെന്റിൽ. ഭയങ്കര വിഷമമാവും. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് നോകൾ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഹർട്ടായിട്ടുണ്ട്. ഞാൻ മാക്സിമം നോകൾ പറയാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. കടലിന്റെ നടുക്കുള്ള പക്ഷെ ഈ കുതിലേക്ക് എങ്ങനെയുണ്ടോ